ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എക്സാമിന്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എക്സാമിന്റെ സബ്ജക്ട് സെലക്ഷനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. ഇതിനെ കുറിച്ചിട്ട് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ അതിന്റെ നിങ്ങൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം. കാരണം പല കുട്ടികളും കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. CUT 2026ന്റെ എക്സാമിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ സബ്ജക്ട് മാപ്പിങ്ങും അപേക്ഷ നടപടികളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ പ്രമുഖ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, മറ്റ് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബിരുദ പഠനത്തിന് അവസരമൊരുക്കുന്ന ഒരു ദേശീയ തല പരീക്ഷയാണ് CUT എന്ന് പറയുന്നത്. ഈ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജനുവരി 30 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. സാധാരണ എൻട്രൻസ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു CUT സബ്ജക്ട് സെലക്ഷൻ അഥവാ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഒരു അശ്രദ്ധമായ തിരഞ്ഞെടുപ്പ് പിന്നീട് നിങ്ങളുടെ മികച്ച യൂണിവേഴ്സിറ്റികൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാനായിട്ട് നിങ്ങൾക്ക് കാരണമാകും. അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രകളിലെ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ, കരിയർ ഗൈഡൻസ് നടപടികൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഒരു ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സ് ഗൈഡൻസുകൾ, എല്ലാ പുതിയ അപ്ഡേറ്റ്സുകളും ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തന്നെ ലഭിക്കും. പിന്നെ ഈ പഠന ലോകത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിയിലെ വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. CUT 2026 നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. ഇപ്രാവശ്യം ജനുവരി 30 വരെയാണ് നമുക്കിതിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനുള്ള ടൈം ഉള്ളത്. CUT പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ എല്ലാ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം നോക്കിയാലും വളരെ കൃത്യമായിട്ട് ഇന്ന സബ്ജക്റ്റുകളാണ് ചോദിക്കുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അവിടെ ഒരു സബ്ജക്റ്റ് സെലക്ഷൻ ആവശ്യമൊന്നും കാര്യമായിട്ട് വരാറില്ല. പക്ഷേ CUTക്കകത്ത് കൃത്യമായിട്ട് നമ്മൾ സബ്ജക്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു 37 സബ്ജക്ട്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പം ഇതിനകത്ത് 37 എണ്ണം പോയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. ആകെ 5 എണ്ണം മാത്രമാണ് എഴുതാൻ സാധിക്കുക. അപ്പം ഇത് ഏത് 5 എണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ആ ചൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്ക് വേറെ സബ്ജക്ട്സുകളായിരുന്നു അവരുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതിയിട്ടുള്ള സബ്ജക്ട്സുകൾ അതിനോട് മിസ് മാച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ആ സബ്ജക്റ്റ് സെലക്ഷൻ എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള കുട്ടികൾ അക്ഷയ കേന്ദ്രങ്ങളെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സുകളൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക ഇതുപോലെയുള്ള എക്സാംസുകൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും അവരുടെ ഉത്തരവാദിത്തം മാത്രമാണ് സബ്ജക്റ്റ് സെലക്ഷൻ എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് എന്തൊക്കെ സബ്ജക്ട്സുകൾ എങ്ങനെയൊക്കെ വേണം സെലക്ട് ചെയ്യാനെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇതിനു വേണ്ടി പോകാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നവർ ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണുക. എല്ലാവരും കാണേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി നിർബന്ധമായിട്ട് കാണണമെന്ന് ഞാൻ പറയും. കാരണം സബ്ജക്റ്റ് സെലക്ഷൻ തെറ്റിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ അധ്യാപകരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഗ്രാമപ്രദേശങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഒത്തിരി നന്നായി പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം. ഇൻസൈറ്റ് 360 വഴി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു എക്സാമിന് വേണ്ടി ഈ സബ്ജക്ട് സെലക്ഷനൊക്കെ നിങ്ങൾക്ക് ചെയ്ത് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിന് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സബ്ജക്റ്റിംഗ് മാപ്പ് ചെയ്യുക എന്നുള്ളത്, സബ്ജക്ട് മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പ്രധാനമായിട്ടും ഇതിൽ 3 ടാബുകൾ ശ്രദ്ധിക്കണം. ഒന്ന് ഇൻഫോർമേഷൻ ടാബ്, സെക്കൻഡ് വൺ സിലബസ്, മൂന്നാമത്തേത് യൂണിവേഴ്സിറ്റീസ്. അപ്പം ഇതിൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫോർമേഷൻ ബുള്ളറ്റ് കാണാൻ സാധിക്കും. 2026ൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫോർമേഷൻസ് ബുള്ളറ്റാണിത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് PDF ഫയൽസുകൾ കാണാം. അപ്പം അതിനകത്ത് ഒരു 7th or 8th പേജിലായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് തന്നിട്ടുള്ള 37 സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് കാണാം. ഇപ്പോൾ ഈ 37 സബ്ജക്ട്സുകളും നിങ്ങൾ എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഈ 37 എണ്ണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 എണ്ണം നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഏത് 5 എണ്ണമാണ് ചൂസ് ചെയ്യുക? നമ്മൾ 11th-ലും 12th-ലെല്ലാം പഠിച്ച 5 സബ്ജക്ട്സുകൾ ചൂസ് ചെയ്യണോ? അതോ പഠിക്കാത്ത സബ്ജക്ട്സുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പഠിക്കാത്ത സബ്ജക്ട്സുകൾ നിങ്ങൾ ചൂസ് ചെയ്ത് എക്സാം എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് പല കുട്ടികൾക്കും പാരൻസിനും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ CUT
ഒരു നിയമപ്രകാരം നിങ്ങൾ 11th or 12th ക്ലാസ്സിൽ പഠിക്കാത്ത വിഷയങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാം. ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം CUT എന്ന് പറയുന്നത് ഒരു പരീക്ഷയുടെ പേരാണ്. നമ്മുടെ NTA നടത്തുന്ന ഒരു എക്സാമാണ് CUT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു CUTയുടെ ഉത്തരവാദിത്വം എന്താണ് ഈ പരീക്ഷ നടത്തുക എന്നുള്ളത്. NTAയുടെ ഉത്തരവാദിത്തമാണ് എന്ത് CUT എന്ന പരീക്ഷ നടത്തി അതിൻ്റെ സ്കോർ പുറത്തുവിടുക. അപ്പോൾ അതോടുകൂടി അവരുടെ ജോലി തീർന്നു. അല്ലാതെ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിത്തരിക എന്നുള്ളത് ഓക്കെ അത് നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയർക്കൊന്നും ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ CUT എന്ന് പറയുന്നത് ആ പരീക്ഷ എഴുതുന്നു, അതിൻ്റെ സ്കോറ് നമ്മൾ മേടിക്കുന്നു. ആ മേടിച്ചതിന് ശേഷം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഈ സ്കോർ ഉപയോഗിച്ച് ഒരു അഡ്മിഷൻ നേടുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ CUT പരീക്ഷ എഴുതി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കൈയും കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലും വിളിച്ച് നമുക്ക് അഡ്മിഷൻ തരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ CUT പരീക്ഷ കഴിഞ്ഞ് നമ്മൾ അതാത് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വേറെ തന്നെയുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് വീഡിയോ ഉണ്ടാവും. ഇത് ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അഡ്മിഷൻസിന് എക്സാംസിനൊക്കെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി സ്ക്രീനിൽ കാണുന്ന നമ്മൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇൻസൈറ്റ് 360 മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസൈറ്റ് 360 ആപ്പും കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം.